ചക്കക്കൊമ്പനുമായി ഏറ്റുമുട്ടി പരിക്കേറ്റ് കിടന്ന മുറിവാലൻ കൊമ്പൻ ചെരിഞ്ഞു എന്ന വാർത്തയാണ് ഇടുക്കിയിൽ നിന്നും സന്ദീപ് രാജാക്കാട് പങ്കുവയ്ക്കുന്നത്. 2 ദിവസം മുമ്പായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ആന കിടപ്പിലായത്. കഴിഞ്ഞ 21-നാണ് ചക്കക്കൊമ്പനും മുറിവാലൻ കൊമ്പനും ഏറ്റുമുട്ടിയത്. വനംവകുപ്പ് ചികിത്സ നൽകി വരുന്നതിനിടയിലാണ് ആന ചെരിഞ്ഞ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. സന്ദീപ് രാജാക്കാട് ചേരുന്നു തത്സമയം വിവരങ്ങളുമായി. സന്ദീപ്, വെരി ഗുഡ് മോർണിംഗ്. ഈ ചക്കക്കൊമ്പനുമായിട്ട് ഏറ്റുമുട്ടിയാണ് മുറിവാലൻ കൊമ്പൻ ഈ പരിക്കു പറ്റിയത്. രക്ഷപ്പെടാനാവാത്ത വിധം ഗുരുതരമായ പരിക്കാണോ? ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ ഒന്ന് കാണട്ടെ. എപ്പോഴാണ് ഈ സംഭവം നടന്നത്? എത്രമാത്രം ഗുരുതരമായ പരിക്കാണ് ഈ കൊമ്പനേറ്റത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. 21-ാം തീയതിയാണ് ഈ ചക്കക്കൊമ്പനും അതുപോലെ തന്നെ മുറിവാലൻ കൊമ്പനും തമ്മിൽ കൊമ്പ് കോർക്കുന്നത്. അത് ഈ സിങ്ക് കണ്ടത്ത് വെച്ചായിരുന്നു ഇത്തരത്തിൽ ഇവർ തമ്മിൽ കൊമ്പ് കോർക്കൽ നടക്കുന്നത്. ഇതിനു മുമ്പ് നിരവധി തവണ ഈ ഏറ്റുമുട്ടലുകൾ ഇങ്ങനെ തുടർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചക്കക്കൊമ്പനും മുറിവാലനും തമ്മിൽ ഇവർ കണ്ടുമുട്ടിയാൽ അപ്പം തന്നെ അടികൂടുന്ന ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായിരുന്നാലും 21-ാം തീയതി ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് ഗുരുതരമായ പരിക്കാണ് ഈ മുറിവാലൻ കൊമ്പന് ഉണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ നിന്നും ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ അകലേക്ക് മാറി 60 ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു ഈ മുറിവാലൻ കൊമ്പൻ. മുറിവാലൻ കൊമ്പനെ കുറേ നാളുകളായി തന്നെ ഈ ആക്രമണത്തിന് ശേഷം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരുന്നുണ്ടായിരുന്നു. ചെറിയ അവശതകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും മറ്റ് പ്രശ്നങ്ങളില്ലായിരുന്നു. ഡ്രോണും മറ്റ് ക്യാമറകളും ഒക്കെ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി വരുന്നതിനിടയിലാണ് 2 ദിവസം മുമ്പ് മുറിവാലൻ കൊമ്പൻ ഈ 60 ഏക്കറിന് മുകൾ ഭാഗത്ത് വെച്ച് വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. വീണതിന് ശേഷം എഴുന്നേക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു പാറയുടെ സൈഡിൽ ചേർന്നാണ് വീഴുന്നത്. അപ്പം ഈ പുറകുവശത്തെ മുൻകാല് ഒരെണ്ണം ഉയർത്താൻ സാധിക്കാത്ത വിധം കിടന്നു പോവുകയായിരുന്നു. ഈ വലിയ ഭാരമുള്ള ആനയായതുകൊണ്ട് തന്നെ ഏതാണ്ട് 6 ടണ്ണിന് മുകളിൽ ഭാരമുള്ള ഒരു ആനയാണ്. അതുകൊണ്ട് തന്നെ സ്വയം എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. ഇതോടുകൂടി തന്നെ ഡോക്ടർ അനുരാജിൻ്റെ നേതൃത്വത്തിലുള്ള വെറ്ററിനറി സർജനാണ് അനുരാജ്, അതുപോലെ തന്നെ വെജി റേഞ്ച് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ സ്ഥലത്തെത്തി നേരിട്ട് പരിശോധന നടത്തുകയും മരുന്നുകളെല്ലാം തന്നെ നൽകുകയും ചെയ്തു. ഇന്നലെ തന്നെ ഡോക്ടർ വ്യക്തമാക്കിയിരുന്നു ഈ ആനയ്ക്ക് നൽകുവാനുള്ള എല്ലാ ചികിത്സകളും നൽകി കഴിഞ്ഞു. പക്ഷേ സ്വയം എഴുന്നേൽക്കുക അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ ആന ചെരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 4 ഡോക്ടർമാരുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പരിക്കുകളാണ്. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം, നേരത്തെ അരിക്കൊമ്പൻ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും തമ്മിലായിരുന്നു ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നത്. അത് ഈ ആനകളുടെ ജീവിത രീതിയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവർ തമ്മിൽ ആരാണ് ശക്തൻ എന്ന് തെളിയിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ചക്കക്കൊമ്പനും അരിക്കൊമ്പനും തമ്മിലുണ്ടായിരുന്നത്. അരിക്കൊമ്പനെ നാട് കടത്തിയിട്ടുണ്ട്. ഇപ്പം ഉണ്ടായിരുന്നത് മുറിവാലനായിരുന്നു ഈ ചക്കക്കൊമ്പൻ എതിരാളിയായിട്ട്. ഇപ്പോൾ ചക്കക്കൊമ്പൻ ചിന്നക്കനാലിൻ്റെ അധിപനായി മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അരിക്കൊമ്പനെ നാട് കടത്തി, മുറിവാലനെ ചക്കക്കൊമ്പൻ കുത്തി വീഴ്ത്തി ഇപ്പോൾ മേഖലയിൽ നിൽക്കുകയാണ്. ചക്കക്കൊമ്പൻ ചക്കക്കൊമ്പൻ പക്ഷെ ആള് പാവമൊക്കെ ആയിരുന്നു എന്നാ പറയുന്നത്. അരിക്കൊമ്പനെ പോലെ. അങ്ങനെ അരിക്കൊമ്പൻ ആരെയും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. കടയിൽ പോവുക, അരി മോഷ്ടിക്കുക, കഴിക്കുക, ചക്ക ഇടുക, കഴിക്കുക. നിങ്ങൾ അരിക്കൊമ്പൻ ഫാനാണോ? ഇല്ലല്ല. അത് ശരി.